നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ അനാവശ്യ കാലതാമസം ഉണ്ടാക്കരുത്. മുഖ്യമന്ത്രി. അർഹരായ എല്ലാവർക്കും പട്ടയം, നടപടികൾ വേഗത്തിലാക്കും. മന്ത്രി കെ രാജൻ. റവന്യൂ സാക്ഷരതാ പ്രവർത്തനങ്ങൾ നടപ്പാക്കും. മന്ത്രി കെ രാജൻ. വാർത്തകൾ വിശദമായി. ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ അനാവശ്യ കാലതാമസം ഉണ്ടാക്കരുത്. മുഖ്യമന്ത്രി. ജനങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിൽ പ്രത്യേക മനോഭാവത്തോടെ കാലതാമസം ഉണ്ടാക്കുന്ന ചില ഉദ്യോഗസ്ഥരുടെ സമീപനം തിരുത്തണമെന്നും കാര്യങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കുമ്പോൾ പാവപ്പെട്ടവരുടെ നിഷ്കളങ്കമായ ചിരിയാണ് സുഖം തരുന്നത് എന്ന ഓർമ്മ ഉദ്യോഗസ്ഥർക്ക് എപ്പോഴും ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ റവന്യൂ ദിനാചരണവും ജീവനക്കാർക്കുള്ള പുരസ്കാര വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം വലിയ തോതിൽ മാറാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇക്കാര്യത്തിൽ എല്ലാ വകുപ്പുകളും സ്തുത്യർഹമായ പങ്ക് വഹിക്കുന്നുണ്ട്. അതിൽ സുപ്രധാനമായ വകുപ്പാണ് റവന്യൂ. പഴയ വിളംബരത്തിൻ്റെ ഓർമ്മപ്പെടുത്തലല്ല റവന്യൂ ദിനത്തിൽ ഉണ്ടാകുന്നത്. മാറുന്ന കാലത്തിനനുസരിച്ച് വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ പരുവപ്പെടുത്താനാവുന്ന ഇടപെടലുകളും ചർച്ചകളും ആണ് വേണ്ടത്. സംസ്ഥാനത്ത് പൊതുവായ കാര്യങ്ങളിൽ ആരോഗ്യകരമായ ഇടപെടലുകൾ റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. ഇനിയും പ്രത്യേക ശ്രദ്ധയോടെ ഇടപെടൽ തുടരേണ്ടതുണ്ട്. കാര്യങ്ങൾ വേഗത്തിൽ നടപ്പാക്കുമ്പോൾ മുന്നിൽ വരുന്ന പാവപ്പെട്ട മനുഷ്യരുടെ നിഷ്കളങ്കമായ ആ ചിരിയാണ് ഏറ്റവും വലിയ മനോസുഖം തരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു. പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി, മുൻ മന്ത്രി ആന്റണി രാജു MLA, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ, ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ, റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ, ലാൻഡ് റവന്യൂ കമ്മീഷണർ ഡോക്ടർ എ കൗശികൻ, ജോയിന്റ് കമ്മീഷണർ എ ഗീത, സർവേ ഡയറക്ടർ ശ്രീറാം സാംബശിവറാവു തുടങ്ങിയവർ സംസാരിച്ചു. അർഹരായ എല്ലാവർക്കും പട്ടയം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ. കടപ്ര സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് 1,35,000 പട്ടയങ്ങൾ കൂടി നൽകി 2 സർക്കാരുകളുടെ 10 വർഷ കാലയളവിൽ 5 ലക്ഷം പട്ടയം വിതരണം ചെയ്യുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വിവിധ തലങ്ങളിൽ നടന്നു വരികയാണ്. പത്തനംതിട്ട ജില്ലയിലെ പട്ടയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അവസാന ഘട്ടത്തിലുമാണ്. പെരുമ്പട്ടി, വലിയകാവ്, പൊന്തൻപുഴ, അരയാലിമണ്ണ്, അടിച്ചിപ്പുഴ പ്രദേശങ്ങളിലെ പട്ടയ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കും. പ്രാദേശിക പട്ടയ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ അവസരമൊരുക്കി പട്ടയ അസംബ്ലി മാർച്ച് മാസത്തിൽ സംഘടിപ്പിക്കും. താലൂക്ക് ജില്ലാ തലത്തിൽ പരിഹരിക്കാനാകാത്ത പ്രശ്നങ്ങൾ പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തി സംസ്ഥാന തലത്തിൽ പരിഹാരം കാണും. കുറ്റൂർ വില്ലേജ് ഓഫീസിനായി കണ്ടെത്തിയ സ്ഥലവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടുന്നതിന് സബ് കളക്ടറെ ചുമതലപ്പെടുത്തി. സ്ഥലം ഏറ്റെടുത്താൽ സ്മാർട്ട് വില്ലേജിനുള്ള തുക അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അപ്പർ കുട്ടനാട് മേഖലയിൽ ഉൾപ്പെടുന്ന തിരുവല്ലയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കണക്കിലെടുത്ത് പരിഗണന ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് അധ്യക്ഷനായ അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് MLA പറഞ്ഞു. 44 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കടപ്ര വില്ലേജ് ഓഫീസ് നിർമ്മിച്ചത്. റവന്യൂ സേവനം സാധാരണക്കാർക്ക് പ്രാപ്തമാക്കുന്നതിന് സാക്ഷരതാ പ്രവർത്തനങ്ങൾ നടപ്പാക്കുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ. 44 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കുന്നന്താനം സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വീട്ടിൽ ഒരാൾക്കെങ്കിലും സ്വന്തം മൊബൈലിൽ റവന്യൂ സേവനം നേടാൻ കഴിയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സാക്ഷരതയിലൂടെ നടപ്പാക്കും. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നടപ്പാക്കുന്ന റവന്യൂ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിനാണ് ഓഫീസുകളെ ഓൺലൈനാക്കിയത്. സാക്ഷരതയിലൂടെ ഓൺലൈൻ സേവനങ്ങൾ പരിചിതമാക്കുകയാണ് ലക്ഷ്യം. തിരുവല്ല മല്ലപ്പള്ളി റോഡ് നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് MLA, ജില്ലാ കളക്ടർ, ലാൻഡ് അക്വിസിഷൻ ഉദ്യോഗസ്ഥന്മാരുടെ ഉന്നതതല യോഗം അടുത്ത മാസം ചേരുമെന്നും മന്ത്രി പറഞ്ഞു. അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് MLA അധ്യക്ഷനായി. ജില്ലാ കളക്ടർ S പ്രേംകൃഷ്ണൻ, സബ് കളക്ടർ സുമിത് കുമാർ ഠാക്കൂർ, ADM B ജ്യോതി, മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ, പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VK ജാസ്മിൻ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തി ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് സംവിധാനം ഏർപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് സർക്കാർ എന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. ആധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ച തിരുവല്ല സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
കേരളത്തിന്റെ രണ്ടാം ഭൂപരിഷ്കരണമാണ് ഡിജിറ്റൽ റീസർവേ പ്രവർത്തനങ്ങളിലൂടെ നടപ്പിലാക്കി വരുന്നത്. 2022-23 നടപ്പിലാക്കിയ ഡിജിറ്റൽ റീസർവേ രാജ്യത്ത് ശ്രദ്ധേയമായി അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒന്നാണ്. രജിസ്ട്രേഷൻ വകുപ്പിന്റെ പോർട്ടലായ പേൾ, റവന്യൂ വകുപ്പിന്റെ റിലീസ്, സർവേ വകുപ്പിന്റെ എൻ്റെ ഭൂമി എന്നിവയിൽ ഭൂരേഖകളുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനങ്ങളും സേവനങ്ങളും ലഭിക്കും. 3 പോർട്ടലുകളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള സേവനങ്ങളും ആരംഭിച്ചിരിക്കുന്നു. വില്ലേജുകളിൽ നിന്നും ലഭിക്കേണ്ട 21 സേവനങ്ങൾ ഓൺലൈൻ വഴിയാക്കി. തിരുവല്ല മണ്ഡലത്തിൽ MLA ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് ആവശ്യമായ നടപടിയെടുക്കും. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാർച്ച് ആദ്യവാരം ഉന്നതതല യോഗം വിളിച്ചു ചേർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മാത്യു ടി തോമസ് MLA അധ്യക്ഷനായി. ആന്റോ ആന്റണി MP വിശിഷ്ടാതിഥിയും. ജില്ലാ കളക്ടർ S പ്രേംകൃഷ്ണൻ, തിരുവല്ല മുനിസിപ്പൽ ചെയർപേഴ്സൺ അനു ജോർജ്, വാർഡ് കൗൺസിലർ ഷീല വർഗീസ്, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് തെരഞ്ഞെടുപ്പിനായി 2025 മാർച്ച് 7 വിജ്ഞാപനം പുറപ്പെടുവിക്കും. പ്രാഥമിക പരീക്ഷയും അന്തിമ പരീക്ഷയും അഭിമുഖവും പൂർത്തിയാക്കി 2026 ഫെബ്രുവരി 16 റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും വിധമാണ് നടപടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. KAS തെരഞ്ഞെടുപ്പിന് ഒറ്റഘട്ടമായി 100 മാർക്ക് വീതമുള്ള 2 പേപ്പർ അടങ്ങിയ പ്രാഥമിക പരീക്ഷ 2025 ജൂൺ 14 നടത്തും. 100 മാർക്ക് വീതമുള്ള 3 പേപ്പർ അടങ്ങിയ അന്തിമ വിവരണാത്മക പരീക്ഷ 2025 ഒക്ടോബർ 17, 18 തീയതികളിൽ നടത്തും. കഴിഞ്ഞ തവണത്തെ KAS തിരഞ്ഞെടുപ്പിന്റെ സിലബസാണ് പ്രാഥമിക അന്തിമ പരീക്ഷകൾക്ക് തീരുമാനിച്ചിട്ടുള്ളത്. പ്രാഥമിക പരീക്ഷയിലും അന്തിമ പരീക്ഷയിലും ഇംഗ്ലീഷ് ചോദ്യത്തോടൊപ്പം മലയാള പരിഭാഷയും ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് തമിഴ്, കന്നഡ പരിഭാഷയും ലഭ്യമാക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ, ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ഇംഗ്ലീഷിലോ തമിഴിലോ കന്നഡയിലോ ഉത്തരം എഴുതാൻ സാധിക്കും. നിര്യാതയായ പൂയപ്പള്ളി വില്ലേജ് ഓഫീസ് വില്ലേജ് അസിസ്റ്റന്റ് R ലതികയ്ക്ക് റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആദരാഞ്ജലികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.